ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ടൗണിലാണ്. നോർമലി എല്ലാ വണ്ടിക്കാരും രാത്രിയാണ് ഇവിടെയൊക്കെ പാസ്സാവല്. നമുക്ക് പക്ഷെ രാത്രി പാസ്സാവാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ 11 മണിക്ക് നോ എൻട്രി മാറും. അപ്പോൾ ആ സമയം നോക്കി ഞങ്ങൾ കയറാൻ വരുന്നതാണ്. ഇന്നലെ ഞങ്ങൾക്ക് 100 കിലോമീറ്റർ ഇന്നലെ പോകാൻ നമുക്ക് 1 മണിക്കൂർ മതിയായിരുന്നു. ഇപ്പം 34 കിലോമീറ്റർ ബാംഗ്ലൂർ ടൗണിൽ കൂടെ ഞങ്ങൾക്ക് പോകാൻ 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്. അതും നല്ല ചുമന്ന് നല്ല തുടുത്ത് കിടക്കുവാണ്. അതുപോലെ തിരക്കാണ്. എങ്ങനെ ആവുമെന്നറിയില്ല. നമുക്ക് ബാംഗ്ലൂരിലെ ലോറി ആയിട്ട് പോകുമ്പോൾ ഉള്ള തിരക്കുകൾ കുറച്ച് കാണാൻ സാധിക്കുന്നത്. നമുക്കതൊക്കെ കണ്ട് നോക്കാം. കുറെ പേര് തിരിയാനുള്ളവരൊക്കെ ഇവിടെ വരുമ്പോഴാണ് തോന്നുന്നത് ഓർക്കുന്നത് തിരിയുന്ന കാര്യം. അതാണ് അപ്പത്തേന് കാണുന്ന ഏത് ലോറിക്കാരാണ് ഏതോരാണ് അവന്റെ നെഞ്ചത്തോട്ട് സൈഡ് ആക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. In 400 meters. ഏകദേശം നമ്മളങ്ങനെ Continue on Mysore Road for 6 kilometers. പാസ്സായി കഴിഞ്ഞു. മൈസൂർ റോഡിൽ കയറി. എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് അല്ലേ? 2 മണിക്കൂറായിട്ട് അവിടെ കയറിയിട്ട് ഒന്നും പറയില്ലേ, മനസ്സിലായോ? ഓരോ നാട്ടുകാരാന്നുള്ളൊരു ഇത് അവർക്ക് ഉണ്ടാവും. നമ്മളും എല്ലാം കാണിച്ചാലാണ് ഇഷ്യൂ. അത് യൂട്യൂബ് എടുക്കാൻ പോവാ. അവിടെ വഴിയുണ്ട്. അങ്ങനെ അപ്പൊ നമ്മള് ബാംഗ്ലൂർ ടൗണ് കഷ്ടപ്പെട്ട് പാസ്സായി. 2 മണിക്കൂർ അല്ലേ? ഇപ്പുറത്ത് കാണുന്ന മൈസൂര് ഹൈവേ ആണ്. ടോൾ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞങ്ങള് സർവീസ് റോഡിൽ കൂടെ. സർവീസ് റോഡ് നല്ല റോഡാണ്. നമുക്ക് ഇച്ചിരി പൈസ കൂടുതലായോണ്ട് ഞങ്ങള് സർവീസ് റോഡിൽ കൂടെയാണ് പോണത്. മാക്സിമം ഇപ്പൊ എന്താ പറയാനുള്ളത്, പകല് പോകുന്നവരോട് 100-200 കിലോമീറ്റർ കവർ ആവേണ്ട ഭാഗമാണ് ഇപ്പൊ നമ്മള് 2.5 മണിക്കൂർ. ആകെ എത്ര 44 കിലോമീറ്റർ അല്ലേ? 34-35 കിലോമീറ്റർ. പറയുകയാണെങ്കിൽ രാവിലെ മാറ്റുവാണെങ്കിൽ രാവിലെ പോകുന്നതാണ് ഏറ്റവും 6 മണിന് മുന്നെയാണ് നോ എൻട്രി ആവുന്നത്. ഒരു 5-5:30 എത്താൻ നോക്കുക. മാക്സിമം രാവിലെ പോവാണെങ്കിൽ അതാണ് നല്ലത്. പകല് പോകുന്ന വെരി റിസ്ക് ആണ്. അത് ഇത്ര വലിയ വണ്ടിയായിട്ട് ഒരു റോഡ് മിസ്സായി കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് ചെറിയൊരു അർജന്റ് ഉള്ളതുകൊണ്ട് നമ്മള് എന്താ പറയാ മറ്റേ ഇതില് പോകുന്നതാണ്. നമുക്ക് അർജന്റ് ആയിട്ട് ഡെലിവറി ഉള്ളതുകൊണ്ട് മാത്രം. ഓക്കെ.